ഗ്രൂപ്പ് ഉണ്ടാവില്ല, എന്റെ നേതാവ് ഉണ്ടാവില്ല, ഒരു ഷെയ്ഖ് ഉണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല, വീട്ടുകാരുണ്ടാവില്ല, കൂടെ കിടന്നോളും ഉണ്ടാവില്ല. ഇവരാരും നാളെ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. നമ്മളെ അമലല്ലാതെ, നമ്മുടെ വിശ്വാസമല്ലാതെ, നമ്മുടെ കർമ്മങ്ങളല്ലാതെ, നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണം അല്ലാതെ. എനിക്കെന്റെ പരലോകം രക്ഷപ്പെടുത്തണം, എനിക്ക് ആഖിറത്തിൽ വിജയിക്കണം. അതിന് ഒന്നാമതായി അവൻ സ്വീകരിക്കേണ്ട മാർഗം അവന്റെ വിശ്വാസം നേരെയാക്കുക. ഒന്നാമത് അല്ലാഹുവിലുള്ള വിശ്വാസം പൂർത്തിയാക്കുക. പ്രഖ്യാപിക്കണം, ഈ നിമിഷം മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കണം, ഇനി എന്റെ മരണം വരെ എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന് പുറമെ ഞാൻ ഒരാളോടും ദുആ ചെയ്യില്ല. ഇത് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണ്. നിങ്ങൾ ആരും മുജാഹിദാവണമെന്ന് നമ്മൾ പറയില്ല, നമുക്ക് അങ്ങനത്തെ ബുദ്ധിയൊന്നുമില്ല. ഇതങ്ങനെ ആളെ കൂട്ടുന്ന മെമ്പർഷിപ്പ് പിടിപ്പിക്കുന്ന പാർട്ടിയല്ല. പക്ഷെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള സത്യം ഇതാണ്, നിങ്ങൾ തീരുമാനിക്കണം, മരണം വരെ ഇനി എന്റെ റബ്ബിനോടല്ലാണ്ട് മറ്റൊരാളോടാൻ ദുആ ചെയ്യില്ല. എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നവൻ എന്റെ റബ്ബാണ്, എനിക്ക് ആ റബ്ബ് മതി, എനിക്ക് അല്ലാ മതി. അവന് പുറമെ ഇനി ഒരാളോടും ഞാൻ പോയിട്ട് എന്റെ സങ്കടം പറയില്ല, ദുആ ചെയ്യില്ല. കഴിയുമോ നമുക്കിങ്ങനെ തീരുമാനിക്കാൻ? കഴിയുമോ നമുക്ക് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ? എങ്കിൽ മാത്രമേ നമ്മുടെ പരലോകം നന്നാവുള്ളൂ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വചനം. വിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായം, സൂറത്തു സുമർ, അതിന്റെ 38-ാമത്തെ വചനം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി തന്നത്, നബിയെ പറഞ്ഞു കൊടുക്കുക, ഓതി കൊടുക്കുക, അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്നത് ആരെയാണോ എന്തിനെയാണോ അവയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ദുർറിനെ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, ഹൽ ഹുന്ന അവന് പുറമെ ആരാണ് മനുഷ്യരെ നിങ്ങളിൽ നിന്ന് അല്ല ഉദ്ദേശിച്ച ദുർറിനെ നീക്കിത്തരാൻ കഴിവുള്ളത്? ലോകത്ത് അല്ലാഹുവിന് പുറമെ ആരാണ് മനുഷ്യരെ നിങ്ങൾക്കുള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ദുർറ്, ഒരു പ്രയാസം, ഒരു ഇടങ്ങേറ്, ഒരു വേദന, ഒരു നഷ്ടം, ഒരു ദുരിതം എനിക്കോ നിങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, അതെന്റെ ശരീരത്തിലാകട്ടെ, എന്റെ മക്കളിലാകട്ടെ, എന്റെ കുടുംബത്തിലാകട്ടെ, എന്റെ ബിസിനസ്സിലാകട്ടെ, എന്റെ ജോലിയിലാകട്ടെ, അല്ലാഹു ഒരു ദുർറ് നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ, ഖുർആൻ പറയാ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു മനുഷ്യരെ നിങ്ങൾക്കൊരു ദുർറ് ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി, അല്ലാഹു പുറമെ ആ ദുർറിനെ നിങ്ങളിൽ നീക്കിത്തരാൻ ലോകത്ത് ആർക്കാ മനുഷ്യന്മാരെ കഴിയാ? നിങ്ങൾ പറയും. ഏത് ശൈഖിനാ കഴിയാ? ഏത് തങ്ങൾക്കാ കഴിയാ? ഏതെങ്കിലും ഒരു നബിയോ ഏതെങ്കിലും ഒരു വലിയോ വിചാരിച്ചാൽ അല്ലാഹു ഉദ്ദേശിച്ച ദുർറിനെ നിങ്ങളിൽ നീക്കി തരാൻ പറ്റുമോ? ആയത്തിന്റെ വാക്യം എന്താ? ഔ അറാദനി ബിറഹ്മ, അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചത് ഒരു റഹ്മത്താണ്, ഒരു കാരുണ്യമാണ്, ഒരു ഐശ്വര്യമാണ്, ഒരു അഭിവൃദ്ധിയാണ്, ഒരു നന്മയാണ്, ഒരു ലാഭമാണ്, ഒരു നേട്ടമാണ് എങ്കിൽ, ഫൽഹുന്ന മുംസികാതു റഹ്മതി, അല്ലാഹു ഉദ്ദേശിച്ച റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ അല്ലാഹുക്ക് പുറമെ നിങ്ങളിൽ ആർക്കാണോ സാധിക്കുക? എത്ര സുന്ദരമായ വചനം! അല്ലാഹു നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടം ഉദ്ദേശിച്ചാൽ ആ നഷ്ടം നീക്കി തരാൻ ഒരു ജാറത്തിലെ ശൈഖിനും കഴിയില്ല. നിങ്ങൾ കെട്ടി നടക്കുന്ന ഒരു നൂലിനും കഴിയില്ല, ഒരു ചരടിനും കഴിയില്ല, ഒരു ഏലസിനും കഴിയില്ല, ഒരു തകിടിനും അതിന് കജ്ജൂല. അല്ലാഹു രോഗം ഉദ്ദേശിച്ചിട്ടുണ്ടോ, ആ രോഗം മാറ്റിത്തരാൻ ഒരു ചരടിനും കഴിയില്ല. അല്ലാഹു കച്ചവടത്തിൽ നഷ്ടം ഉദ്ദേശിച്ചിട്ടുണ്ടോ, ഏത് ശൈഖിന്റെ ജാറത്തിൽ കൊണ്ടുപോയിട്ട് പൂജിച്ചു കൊണ്ടുവന്ന തകിടാണെങ്കിലും അത് നിങ്ങളുടെ ഷോപ്പിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഫ്രെയിം ചെയ്ത് നിങ്ങളിരിക്കുന്ന ചെയറിന്റെ മുന്നിൽ നിങ്ങൾ കെട്ടിവെച്ചാൽ നിങ്ങൾ വിചാരിച്ചു ആ തകിടാണ്, ആ ഏലസാണ് എനിക്ക് എന്റെ കച്ചവടത്തിൽ ലാഭം തരുന്നതെന്ന്. അല്ല, അല്ലാഹു ഉദ്ദേശിച്ചത് കിട്ടും. അല്ലാഹു നഷ്ടമാണ് ഉദ്ദേശിച്ചെങ്കിൽ ആ നഷ്ടം നീക്കി തരാൻ ഒരു തകിടിനും കഴിയൂല. പിന്നെ എന്തിനാ നമ്മളത് കെട്ടിവെച്ച്?
ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഖൽഹുന്ന കാശിഫാത്തുൽ ദുർരി, അല്ലാഹു ഉദ്ദേശിച്ച ദുർരിനെ നീക്കി തരാൻ നിങ്ങളിൽ ഒരാൾക്കും കഴിയില്ല. ഔ അറാദനി ബിറഹ്മ, അല്ലാഹു ഉദ്ദേശിച്ച റഹ്മത്തിനെ നിങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കാനും അല്ലാഹു പുറമെ മറ്റൊരാൾക്കും സാധിക്കില്ല. എന്നിട്ട് ആയത്തിന്റെ ബാക്കി എന്താ? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണേ, ഓതി കൊടുക്കണേ, ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി, എനിക്കെന്റെ റബ്ബ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കട്ടെ. നബിയെ പറയ്, പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കാൻ എനിക്ക് അല്ല മതി. ഭരമേൽപ്പിക്കുന്നവർ ജാറത്തിലല്ല ഏൽപ്പിക്കേണ്ടത്, ഏതെങ്കിലും ഷെയ്ഖിലല്ല, ഏതെങ്കിലും ഒരു തകിടിലല്ല, ഏതെങ്കിലും ഒരു ഏലസിലല്ല. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ 39-38 പറയുന്നു. ഇതുവരെ ഈ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ ഇസ്ലാമിന്റെ മക്കളെ നമുക്ക് സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ ആദർശ പിതാവ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുക. നാട്ടുകാരെല്ലാവരും തനിക്കെതിരായി, തന്റെ കുടുംബം തനിക്കെതിരായി, വാപ്പ തനിക്കെതിരെ, നാട്ടുകാർ തനിക്കെതിരെ, നാട്ടിലെ ഭരണാധികാരി തനിക്കെതിരെ, എല്ലാവരും തനിക്കെതിരായി. എല്ലാവരും കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് വലിയ തീക്കുണ്ടാരുണ്ടാക്കി അതിന്റെ മുന്നിൽ നിർത്തിയിരിക്കുക. അടുത്ത നിമിഷം ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമെന്ന കൃത്യമായ ബോധ്യത്തോടെ ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ചോദിക്കുന്നു, ഇബ്രാഹിമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ താങ്കളെ സഹായിക്കണോ? എന്റെ റബ്ബ് എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞാൽ ഈ തീക്കുണ്ടാരം ഞാൻ കെടുത്തിത്തരാം, അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട്, നാളെ ഇത് മലക്കിനെ വിളിക്കാനുള്ള തെളിവാക്കി ദുർവ്യാഖ്യാനിക്കരുത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് ഇബ്രാഹിം നബിയോട് പറയാ. ആ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ വാപ്പ, നമ്മുടെ ആദർശ പിതാവ്, ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിന്ന് എന്താണ് പ്രഖ്യാപിച്ചത്? ജിബ്രീലെ, നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട, നിങ്ങൾക്ക് തിരിച്ചു പോകാം, എനിക്ക് അല്ലാഹു മതിയായവനാണ്. ഹസ്ബുനല്ലാഹ്, എനിക്കല്ല മതി. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. വനിഅമൽ വകീൽ, കാര്യങ്ങളെല്ലാം പരമേൽപ്പിക്കാൻ അവൻ എത്രയോ നല്ലവൻ തന്നെയാണ്. നമ്മുടെ വാപ്പ പ്രഖ്യാപിച്ച പ്രഖ്യാപന ആ പാരമ്പര്യത്തിൽ ജീവിക്കണം. ആ ആദർശ പിതാവിന്റെ പാരമ്പര്യം മുറുകെ പിടിക്കണം മുസ്ലിങ്ങളെ. എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ച ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും എന്നെ രക്ഷപ്പെടുത്തുന്നത്, എന്നെ സഹായിക്കുന്നത്, എന്നെ കാക്കുന്നത്, രാവാകട്ടെ പകലാകട്ടെ, വെള്ളത്തിലാകട്ടെ കരയിലാകട്ടെ, ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ, ഉറക്കത്തിലാകട്ടെ ഉണർച്ചയിലാകട്ടെ, എന്റെ സംരക്ഷണം, എന്റെ കാവൽ, എന്നെ സംരക്ഷിക്കുന്നത് എന്റെ റബ്ബ് എന്ന വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം. ആ റബ്ബ് മതി എനിക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്. ശത്രുക്കളെ പ്രവാചകൻ അന്വേഷിച്ച് നാലുപാടും ചുറ്റിത്തിരിയുകയാണ്. എത്രത്തോളം അവർ ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ നോക്കുമ്പോൾ അതാ കാലൊച്ചകൾ കേൾക്കുന്നു. നോക്കുമ്പോൾ തങ്ങളുടെ തലക്ക് മുകളിൽ ശത്രുക്കൾ എത്തിപ്പെട്ടിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇതാ ശത്രുക്കൾ നമ്മുടെ തലക്ക് മുകളിലുണ്ട്, അവരിന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമെന്നതിൽ സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അബൂബക്കറെ, താങ്കൾ ഭയപ്പെടണ്ട, ഇവിടെ നാം രണ്ടുപേരല്ല, മൂന്നാമനായി നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്നെ സംരക്ഷിക്കുന്നവൻ എന്റെ റബ്ബാണ്. ഏത് ഘട്ടത്തിലും ആ റബ്ബിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ ഇസ്ലാമിന്റെ മക്കളെ നമുക്ക് സാധിക്കണം. കഴിയുമോ നമുക്ക്?
ഇത് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണ്. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിത്തരുന്ന സുന്ദരമായ മഹത്തായ ഒരു ആദർശമാണ്. ഈ ആദർശം നെഞ്ചിലേറ്റാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ. നമ്മൾ വിചാരിച്ചെന്താ, അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുമെന്നാണ്. ഇല്ല, അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖറ. പാപം പേറുന്ന ഒരുത്തന്റെ പാപം പേറാനോ അവിടെ ആരും ഉണ്ടാവൂല. ഖുർആൻ 53:38 അല്ല പറഞ്ഞ കാര്യം. അവിടെ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവൂല. നമ്മുടെ പാപം നമ്മൾ തന്നെ പേറേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നേരെയാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചെന്ന സുന്ദരമായ ഒരു വിശ്വാസ സംഹിതയുണ്ട് നമ്മുടെ മുന്നിൽ. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, വിപൽഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെ ദുആ ചെയ്യണം, നമുക്ക് മാതൃക അള്ളാഹുവിന്റെ പ്രവാചകന്മാരല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മാതൃകാ പുരുഷന്മാരല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നില്ലേ? ലാ നുഫർരിഖു ബൈന അഹദി മിർ റുസുലി. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കിടയിൽ ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിലും വേർതിരിവ് കാണിക്കാൻ പാടില്ല. 2-ാം അധ്യായം 285. ഇതൊരു മുസൽമാന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരല്ലേ? ലോകത്ത് പ്രവാചകന്മാർ അനുഭവിച്ചതുപോലെയുള്ള ത്യാഗങ്ങൾ വേറെ ആരാണ് സഹോദര സഹോദരി അനുഭവിച്ചിട്ടുള്ളത്? നമ്മളൊക്കെ അനുഭവിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകന്മാർ അനുഭവിച്ചതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ എത്രമാത്രം നിസ്സാരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വേറൊരാളും പരീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ പരീക്ഷണ ഘട്ടങ്ങൾ പ്രവാചകന്മാർ അതിജീവിച്ചത് എങ്ങനെയാണ്? പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അവർ അള്ളാഹുവിൽ എല്ലാം വരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നു ലോകത്ത് കടന്നുപോയ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ മനുഷ്യനാണ്, ഒന്നാമത്തെ നബിയാണ്, നമ്മുടെ വാപ്പയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹദി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ താമസിപ്പിച്ചു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. രണ്ടുപേരും കൂടി സ്വർഗത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകമായ മരം ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, അതിലേക്ക് നിങ്ങൾ അടുക്കരുത്. വലാ തഖറബാ ഹാദിഹി ഷജറ. ആ മരത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് യഥേഷ്ടം തിന്നാനും കുടിക്കാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകി. ഒരു പ്രത്യേകമായ മരം ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല കേട്ടോ. എന്നാൽ അതാ പിശാച് അവർക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. ശൈത്വാൻ അവർക്കിടയിൽ അങ്ങ് പ്രവർത്തിക്കുകയാണ്. ആ ശൈത്വാന്റെ പ്രേരണക്ക് വഴങ്ങിക്കൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ വാപ്പ, നമ്മുടെ പിതാവ്, മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മരത്തിന്റെ കനി പറിക്കുകയാണ്. അതിൽ നിന്നതാ ഭക്ഷിക്കുകയാണ്. അതിൽ നിന്ന് അല്പം അതാ തന്റെ ഭാര്യക്ക്, തന്റെ പത്നിക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. രണ്ടുപേരും കൂടി കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, കുല്ലഹുബിതു മിൻഹാ ജമിയ ഫൈമ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ പറഞ്ഞു വിട്ടു. എല്ലെണ്ണത്തിനും പുറത്താക്കി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ താമസം തുടങ്ങി. ആദം നബിക്കും ഹവ്വാ ബീവിക്കും തെറ്റുബോധിയായി. പടച്ചോനെ, ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ ചെയ്തു പോയല്ല. അല്ലാഹു പറഞ്ഞതാണ് ആ മരത്തിലേക്ക് പോകണ്ട, അല്ലാഹു പറഞ്ഞതാണ് അത് തിന്നണ്ടാന്ന്, തിന്നു പോയല്ലോ റബ്ബേ, തെറ്റ് പറ്റിപ്പോയി, എന്ത് ചെയ്യും? ഭൂമിയിൽ ജീവിതം തുടങ്ങിയ നമ്മുടെ വാപ്പയും ഉമ്മയും ഭൂമി ലോകത്ത് വെച്ച് അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചു. ഖേദത്തോടുകൂടി അവർ റബ്ബിലേക്ക് മടങ്ങിയ അവരുടെ മടക്കം, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ, അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞ ആ പഴം തിന്നുപോയ ആ വ്യസനം, ആ ദുഃഖം, ആ ഒരു ഖേദം അവരുടെ മനസ്സിനെ പിടികൂടിയപ്പോൾ ഇതാ ഭൂമിയിൽ നിന്നൊരു വെളിമുകളിലേക്ക് പോവുകയാണ്. ഭൂമിയിൽ നിന്നൊരു പ്രാർത്ഥന ഉയരുകയാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ വാപ്പയും ഉമ്മയുമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും കൂടി ദുആ ചെയ്യുകയാണ്. ഖുർആനിന്റെ താളുകൾ വീട്ടിൽ പോയി നമ്മൾ മറിച്ച്
നോക്കിയാൽ വിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിന്റെ 23-ാമത്തെ വചനമാണ്. അവിടെ നമുക്കൊരു പ്രാർത്ഥന കാണാൻ സാധിക്കുകയാണ്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആൻ പറയുകയാണ്, ഖാല അവര് രണ്ടുപേരും പറയുകയാണ്, രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. ആരാണ് രണ്ടുപേരും? ഒന്ന് നമ്മുടെ വാപ്പയാണ്, ഒന്ന് നമ്മുടെ ഉമ്മയാണ്. ആദമും ഹവ്വയുമാണ്. മനുഷ്യവർഗത്തിന്റെ മാതാവും പിതാവും അതാ വിളിക്കുകയാണ്. ഖാല അവര് രണ്ടുപേരും ദുആ ചെയ്യുകയാണ്, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ളലംനാ അൻഫുസനാ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി തമ്പുരാനെ, വഇല്ലം തഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും തമ്പുരാനേ. ഇത് നമ്മുടെ വാപ്പയും ഉമ്മയും നടത്തിയ പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിച്ചത്? റബ്ബനാ ഞങ്ങളുടെ റബ്ബേ. ചെയ്തുപോയി, പറ്റിപ്പോയി, അള്ളാനോട് ഏറ്റു പറഞ്ഞു. നമ്മളൊക്കെ പാപം ചെയ്തവരല്ലേ? പാപം ചെയ്യാത്ത മനുഷ്യന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈമുക്ക്. കഴിയില്ല. ലോകത്തൊരു മനുഷ്യനും കത്തൂല, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഒഴികെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ അവർ മഅസൂമകളാണ്, പ്രത്യേകമായ പാപ സുരക്ഷിതത്വമുള്ളവരാണ്. എന്നാൽ മാനുഷികമായ വീഴ്ചകൾ അവരിൽ സംഭവിക്കും. ആദം നബി അലൈഹിസ്സലാമിൽ സംഭവിച്ചു. മൂസ അലൈഹിസ്സലാമിന്റെ കൈകൊണ്ട് അബദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ അനുവാദമില്ല നാട് വിട്ടുപോയി. ഇതൊക്കെ മാനുഷികമായ വീഴ്ചകളാണ്. അതിലപ്പുറം പ്രവാചകന്മാർ ഒരിക്കലും പാപം ചെയ്യുന്നവരല്ല. ലോകത്ത് പ്രവാചകന്മാർ ഒഴികെ ബാക്കി എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്ത മനുഷ്യൻ ലോകത്തില്ല. എത്ര താടിക്ക് നീളമുള്ള മനുഷ്യനാണെങ്കിലും, എത്ര ബഡാ ഷെയ്ഖാണെങ്കിലും, ഏത് മക്കയിലെ ഇമാമാണെങ്കിലും, മദീനന്റെ ഇമാമാണെങ്കിലും ശരി, മനുഷ്യനാണോ പാപം ചെയ്യും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്വാഉൻ വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. ആദം മക്കളെല്ലാം പാപം ചെയ്യുന്നവരാണ്. ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാരാരെന്നറിയുമോ? വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അപ്പൊ നമ്മളൊക്കെ പാപികളാ. ആരും നല്ല പിള്ള ചമയേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ പാസ്റ്റ് എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും സ്വയം അറിയാം, അല്ലേ? പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? അള്ളാഹിനോട് പറയുന്നു. പാപം പൊറുക്കുന്നത് അള്ളാഹുവാണ്. മറ്റൊരാളുടെ മുന്നിൽ പോയി പാപം ഏറ്റു പറഞ്ഞാൽ പാപം പൊറുത്തരാൻ ലോകത്ത് അല്ലല്ലാണ്ട് വേറൊരാൾക്കും സാധിക്കൂല. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അല്ല പറയാ, ആദമിന്റെ മക്കളുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യുന്നവരാണ് അവരെല്ലാവരും. ആ തെറ്റ് ചെയ്യുന്നവരിൽ നല്ലവരാരാ? ചെയ്തു പോയ തെറ്റ് അള്ളാഹിനോട് ഏറ്റു പറഞ്ഞ് നല്ല മനുഷ്യനായി മാറുന്നവരാണ്. തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിക്കുന്നവരാണ്. എങ്ങനെ തൗബ ചെയ്യേണ്ടത്? ആരിലേക്കാണ് തൗബ ചെയ്യേണ്ടത്? ആരിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. വസ്തഗ്ഫിറൂഹു, ആ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക. ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ, തീർച്ചയായും ഞാനിതാ എന്റെ റബ്ബിനോട് ഡെയിലി 100 വട്ടമാണ് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത്. ഡെയിലി 100 വട്ടം നമ്മുടെ നേതാവ് അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. പാപം ചെയ്തിട്ടല്ലാട്ടോ, ഒരു പാപം പോലും ചെയ്യാത്ത വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ നമുക്കുള്ള മാതൃകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഞാൻ തന്നെ ഡെയിലി 100 വട്ടം അള്ളാഹിനോട് പാപമോചനം തേടുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ പാപമോചനം തേടുക, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ ബീവിയും അള്ളാഹിനോട് ഏറ്റു പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ, ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ അള്ളാഹിനോട് ഏറ്റു പറയുക. വിശ്വാസികൾ പാപമോചനം തേടി. ഖുർആൻ അത് പഠിപ്പിച്ചു. 3-ാം അധ്യായം സൂറ ആൽ ഇംറാൻ 195-ാമത്തെ വചനം.
എന്തായിരുന്നു? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിഅതിനാ വതവഫനാ മഅൽ അബ്റാർ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപം നീ പുറത്തു തരണേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ, വീഴ്ചകൾ മൂടിവെച്ച് മഹപ്പാക്കി തരണം അല്ലാഹ്. വതവഫനാ മഅൽ അബ്റാർ, അബ്റാറിങ്ങളോടൊപ്പം പുണ്യവാളന്മാരുടെ കൂട്ടത്തിലായി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഇത് വിശ്വാസികൾ പാപമോചനം തേടിയതായി ഖുർആൻ പഠിപ്പിക്കുക. സൂറ ആൽ ഇംറാൻ 195-ാമത്തെ വചനം. ഇനി ലോകത്ത് പാപം പൊറുക്കാൻ അല്ലാണ്ട് വേറെ ആരുമില്ല. ഇത് ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തിനാ ഞാൻ ഈ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പറഞ്ഞ് പാപമോചനം അല്ലാഹുവോടെന്ന് പറഞ്ഞിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും ആയത്തുകൾ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിക്കുന്ന എന്തിനാന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. അള്ളാഹു പറയാ സൂറത്തു ആൽ ഇംറാനിന്റെ 135-ാമത്തെ വചനം. അവിടെ അള്ളാഹ് ഒരു വെല്ലുവിളി. എന്താ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ, പാപം പൊറുക്കാൻ ആരുണ്ടോ? ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ. ഇത് ഖുർആനിന്റെ ചോദ്യമാണ്, അള്ളാഹുവിന്റെ ചോദ്യമാണ്. പാപം പൊറുക്കാൻ അള്ളാഹു അല്ലാതെ വേറെ ആരാണോ ഉള്ളത്? അല്ലാഹ് അല്ലാണ്ട് പാപം പൊറുക്കുന്ന വേറെ ആരുമില്ല. ഇനി നോക്ക് നിങ്ങൾ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമർ 53-ാമത്തെ വചനം. അവിടെ അല്ലാഹ് പറയാ, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണേ, ഓതി കൊടുക്കണേ, യാ ഇബാദി, എന്റെ അടിമകൾക്ക് നബിയെ അങ്ങ് ഓതി കൊടുക്കണേ. എങ്ങനെയുള്ള അടിമകൾ എന്നറിയുമോ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിര് കവിഞ്ഞ അക്രമം പ്രവർത്തിച്ചവരായ, ഒരുപാട് പാപം ചെയ്തവരായ പാപികളായ എന്റെ അടിമകളെ വിളിക്കൂ നബിയെ. എന്നിട്ട് ആ പാപികളായ അടിമകൾക്ക് നബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം. ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല കേട്ടോ. അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കാൻ പാടില്ല, ആശകൾ അറ്റുപോകാൻ പാടില്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ, ഈ വചനത്തിൽ അല്ലാഹു വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നത് ആർക്കാണ്? നിസ്കരിക്കുന്നവർക്കല്ല, ഹജ്ജ് ഉംറയും ചെയ്തവർക്കല്ല, സുഹൃതം ചെയ്ത് ജീവിച്ച നല്ല മനുഷ്യർക്കല്ല. നേരെ മറിച്ച് ഈ ആയത്തിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചത് പാപികൾക്കാണ്. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട്, ശരീരത്തോട് അതിര് കവിഞ്ഞ അക്രമം പ്രവർത്തിച്ചവരായ ആളുകൾ. എത്രത്തോളം? മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ആകാശവും ഭൂമിയും നിറയുമാറ് പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും, അത്രമാത്രം ജീവിതത്തിൽ പാപം സംഭവിച്ചു പോയവരാണെങ്കിലും ശരി, അല്ലാഹ് പറയുന്നു, മനുഷ്യരെ ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ സന്തോഷ വാർത്ത ഈ ആയത്തിൽ പാപികൾക്ക്. ഈ പാപികളെ വിളിക്കാൻ അല്ലാഹ് ഉപയോഗിച്ച പദം പാപികളെ എന്നല്ല, യാ ഇബാദ്, എന്റെ അടിമകളെ എന്നാണ്. അത്ര സ്നേഹമുള്ളവനാ റബ്ബ്. എന്നിട്ട് ഈ പാപികളെ വിളിച്ചിട്ട് അല്ലാഹ് പറഞ്ഞെന്താ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഗ്ഫിറു, അവൻ പൊറുക്കുന്നവനാണ്, അസ്നൂബ, പാപങ്ങളെ, ജമീഅ, മുഴുവനായും. ഈ നിമിഷം വരെ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ എത്ര വലുതാകട്ടെ, വമ്പിച്ചതാകട്ടെ, എല്ലാം അവസാനിപ്പിച്ച് അള്ളാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് മടങ്ങാൻ തയ്യാറുണ്ടോ? കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും. ഏത് പാപിക്കും മടങ്ങാനുള്ള അവസരം ഉണ്ടോ? അല്ലാഹ് പുറത്തുതരും. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പാപം പൊറുക്കുന്നത് അള്ളയാണ്, പാപമോചനം തേടേണ്ടത് അള്ളാഹുവിനോടാണ്, വിശ്വാസികൾ തേടിയത് അള്ളാഹിനോടാണ്, ആദം നബി അലൈഹിസ്സലാം തേടിയത് അള്ളാഹിനോടാണ്, വിശ്വാസികളായ നമ്മൾ എല്ലാവരും തേടേണ്ടത് അള്ളാഹിനോടാണ് എന്ന് ഇത്രയും വചനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായി ലളിതമായി പറയാൻ എനിക്കറിയില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കാം. പാപം പൊറുക്കുന്നത് അള്ളയാണ്, അല്ലല്ലാണ്ട് ഒരാളില്ല. പാപമോചനം തേടേണ്ടത് അള്ളാഹുവിനോടാണ്. ഖുർആൻ പരിചയപ്പെടുത്തിയ വിശ്വാസികൾ അള്ളാഹിനോട് തേടി. നമ്മുടെ വാപ്പാന്റെ ഉമ്മാന്റെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചു, അവര് റബ്ബന എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് തേടി ഇല്ലേ? തേടി. ഇനി നിങ്ങൾ നോക്കിയാ ഈ ഖുർആനിന് വിരുദ്ധമായൊരു സംഗതി മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഈ ആദം നബിയുടെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായ, വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായ, ഖുർആൻ പഠിപ്പിച്ചതിന് എതിരായ ഒരു സംഗതി എന്താ? നമ്മുടെ നാട്ടിലെ ആളുകൾ മൗലൂദ് ചൊല്ലാറുണ്ട്. ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വരികളുടെ അർത്ഥം അറിയില്ല, പഠിച്ചിട്ടില്ല. ഉസ്താദുമാരിങ്ങനെ ചൊല്ലാൻ പറഞ്ഞു, നമ്മൾ ചൊല്ലിയെന്നല്ലാതെ നമ്മൾ ഖുർആനും ഹദീസും ഇന്ന് വരെ വായിക്കാനും പഠിക്കാനും തയ്യാറല്ല. സംഗതി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, നമ്മൾ ഇന്നൊരു പരിഭാഷ മറിച്ചു നോക്കിയിട്ടില്ല. നമ്മളോട് ഖുർആനും പഠിക്കണ്ട സുന്നത്തും പഠിക്കണ്ട എന്ന് പറഞ്ഞു, ഇല്ലേ? ഖുർആൻ പഠിക്കല് നമുക്ക് നിർബന്ധമില്ല, പഠിച്ചാൽ തന്നെ തലയിൽ കയറൂല എന്ന് ഈ സമുദായത്തോട് പറഞ്ഞു. അള്ളാഹ് പറഞ്ഞത് വലഖദ് യസ്സറൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഇത് സിമ്പിൾ ആണെന്നാ, ആലോചിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി ഇത് എളുപ്പാക്കിയെന്ന. നിങ്ങളിൽ ആരാണ് ചിന്തിക്കുന്നവർ ഉണ്ടോ എന്ന് ഖുർആൻ 54-ാം അധ്യായം പലവട്ടം ആവർത്തിച്ച് അള്ളാഹു ആ ചോദ്യം അവിടെ ചോദിച്ചു. പക്ഷെ ഈ സമുദായത്തോട് പൗരോഹിത്യം വിളിച്ചു പറഞ്ഞു, ഖുർആൻ പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല, ആകപ്പാടെ പഠിക്കേണ്ടത് ഫാത്തിഹ മാത്രമാണ്. കാരണം എന്താ? സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. അതുകൊണ്ട് ആകപ്പാടെ പഠിക്കേണ്ടത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല എന്ന് ഈ സമുദായത്തോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൗമ് ഖുർആനും ഹദീസും പഠിക്കാൻ തയ്യാറായില്ല. നമ്മുടെ അറിവില്ലായ്മയെ ഇവിടെ പലരും ചൂഷണം ചെയ്തു. ഖുർആനിൽ നിന്ന് ഹദീസിൽ നമ്മളെ മാറ്റിയിട്ട് പകരം നമ്മുടെ കയ്യിലേക്ക് എന്താ തന്നത്? ബാലമൗലൂദുകൾ ഏൽപ്പിച്ചു തന്നു. അത് ചൊല്ലിയാ മതി, അത് പാടിയാ മതി, അതിൽ വിശ്വസിച്ചാ മതി, ജീവിതത്തിന്റെ സകല ബർക്കത്തും അതിലൂടെ കടന്നു വരുമെന്നാണ് ഈ സമുദായം ഇന്നും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത്. ഈ സമുദായത്തെ പഠിപ്പിച്ചതും അപ്രകാരം തന്നെയാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെ നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായി വയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും കാക്കുവാൻ ഉതകുന്നതാ. ഈ സമുദായം മാല മൗലൂദും പാടി നടന്നു എന്നല്ലാണ്ട് ഖുർആൻ പഠിച്ചില്ല. എന്താ നമ്മൾ ചൊല്ലിയത്? മങ്കൂസ് മൗലൂദ് ചൊല്ലിക്കോളാൻ പറഞ്ഞു. നമ്മൾ ചൊല്ലി. എങ്ങനെ ചൊല്ലി? حسير وعادت لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. നബിയെ ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ട് ഇതാ പാപമാകുന്ന വണ്ടിയിൽ കയറി ഞാൻ അങ്ങയെ സമീപിക്കുകയാണ്. എന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നത് അങ്ങയോടാണ്. എന്റെ ആവലാതി ഞാൻ ബോധിപ്പിക്കുന്ന നബിയെ അങ്ങയോടാണ്. എന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കണേ. എനിക്ക് ആവലാതി പറയാനുള്ളത്, എന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറയാനുള്ളത് സയ്യിദി ഖൈറൻ നബി. അള്ളാന്റെ റസൂലിനോട് പാപം ഏറ്റു പറയാം. ഇവിടെ നസ്വാറാക്കൾ യേശുവിന്റെ മുന്നിൽ പാപം ഏറ്റു പറയുന്നു. മുസ്ലിമീങ്ങളിൽ ഭൂരിഭാഗം ആളുകളും മൗലൂദ് ചൊല്ലുമ്പോൾ അള്ളാന്റെ റസൂലിനോട് പാപം ഏറ്റു പറയുന്നു. ഖുർആന് എതിരോ അതോ ഖുർആനുമായി ഇത് യോജിക്കോ? നിങ്ങൾക്ക് വിട്ടുതരാണ്. അതിനുവേണ്ടി ഖുർആനിൽ അനവധി ആയത്തുകള്, പ്രവാചകന്മാരുടെ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അടക്കം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് അതിനാ. ആദം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് തേടി, വിശ്വാസികൾ അള്ളാഹിനോട് തേടി, അള്ളാഹിന്റെ റസൂൽ അള്ളാഹിനോട് തേടി, നമ്മളോട് അള്ളാഹിനോട് തേടാൻ പറഞ്ഞു. ഇങ്ങനെ എത്ര പാപമോചന പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചു. ഇതിനെല്ലാത്തിനും എതിര്, അള്ളാഹിന്റെ ഖുർആനെതിര്, അള്ളാഹിന്റെ ആയത്തിനെതിര്, ആദം നബിയുടെ പ്രാർത്ഥനക്കെതിര്, വിശ്വാസികളുടെ പ്രാർത്ഥനക്കെതിര്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിനെതിരെ ഏത് മൗലൂദ്? രണ്ടും ഒരിക്കലും യോജിക്കൂല. ഒന്ന് ഒഴിവാക്കിയേ പറ്റൂ. ഏതൊഴിവാക്കും, ഏത് സ്വീകരിക്കും? രണ്ടും കൂടി മുറുകെ പിടിച്ചാൽ പരലോകം പോവും. ഒരു സംശയമില്ല. ഒന്നേ പറ്റുള്ളൂ. ഏത് സ്വീകരിക്കും? ഖുർആൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? അപ്പൊ മൗലൂദ് ചൊല്ലുന്ന ഒരു മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ അള്ളാന്റെ റസൂലിനോട് പാപം ഏറ്റു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് പറയുന്നത്, അത് വിട്ടിട്ട് നിങ്ങൾ ഖുർആനിലേക്ക് വാ. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കല്ല, അള്ളാന്റെ ഖുർആനിലേക്ക് വാ. പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തിലേക്ക് വാ. പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആദം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പോലെ അള്ളാഹിനോട് പാപം ഏറ്റു പറയും. വിശ്വാസികൾ പ്രാർത്ഥിച്ച പോലെ അള്ളാഹിനോട് നിങ്ങൾ പാപമോചനം തേട്. അല്ലാത്തവരല്ല പാപം പൊറുക്കുന്നത്. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബിന്റെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വളരെ വിശാലമായി ഖുർആൻ